അഭിനയോട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന 3 സിനിമകൾ, ഇപ്പം ആട്ടമാണെങ്കിൽ, അതുപോലെ തന്നെ സോമന്റെ കൃതാവ്, അതുപോലെ തന്നെ ഇപ്പൊ ഈ പെരുമാനി എന്ന് പറയുന്ന 3 സിനിമകളിലും വെച്ച് നോക്കി കഴിയുമ്പോൾ പൊതുവായി ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് വരെ ഒരു മെസ്സേജ് കൊടുക്കുന്ന, എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണോ അതോ വന്നു ചേരുന്ന കഥകളൊക്കെ അങ്ങനെ പോകണമെന്ന്? തിരഞ്ഞെടുക്കുന്നതല്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ പറയുന്ന പോലെ ഇവര് നമ്മളെ തിരഞ്ഞെടുത്തിട്ട്, ഞാൻ ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് കൊടുക്കുക എന്നുള്ള ക്രൈറ്റീരിയ എനിക്കില്ല. പിന്നെ അപ്പനെ സംബന്ധിച്ച് നേരത്തെ മജു പറയുന്നതിനോട് ഞാൻ പെരുമാനിനെ സംബന്ധിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മജുവിനെ എപ്പോഴും നല്ല റൈറ്ററായിട്ട് തോന്നുന്ന കാര്യം, ഒരിക്കലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സിനിമകളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കഥയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ സാഹചര്യമായിരിക്കും എന്തായിരിക്കും ആ മെസ്സേജ് വന്നു ചേരുന്നതാണ്, ഓർഗാനിക്കായിട്ട് വന്നു ചേരുന്നത്. നമ്മൾ എപ്പോഴും മെസ്സേജ് നമ്മൾ പറയുന്നുണ്ട്, അത് ഏത് ആർട്ട് ഫോമിലും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ആലോചിക്കും അല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉള്ളൊരു ബാധ്യത ഒരു സിനിമക്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വി ആർ സ്റ്റോറി ടെല്ലേഴ്സ്. നമ്മളൊരു കഥ പറയുന്നു, മെസ്സേജ് പലപ്പോഴും എൻ്റെ ബൈ പ്രോഡക്റ്റ് ആകുക എന്നുള്ള ഒട്ടും നമ്മൾ എല്ലാ ഗംഭീര സിനിമകളും നോക്കുക, ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡയായി മാറും. മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാനല്ല, ആ സംവിധായകൻ. ഇപ്പൊ പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമ എടുക്കേണ്ടായി, അതൊരു മറ്റേ പറയുന്ന പോലെ സിനിമയാണത്. അത് പ്രൊപ്പഗാൻഡ സിനിമയാണ്, അത് മെസ്സേജിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത സിനിമയാണ്. വേറെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്കൊരു ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് പലപ്പോഴും വന്നു ചേരുന്നതാണ്. മജു ഈ സിനിമയിൽ കൂടെ പറഞ്ഞ ശക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട് എനിക്ക് ഫീൽ ചെയ്യാം, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ. അതായത് ആത്യന്തികമായിട്ട് നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് മറ്റേ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ റംലുവിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ റംലു ലോക്കാവുകയും ഒരു കറക്റ്റഡ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ റംലു അത് പൊളിച്ച് പുറത്തേക്ക് വരികയും റംലുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് റംലുവിനെ എൻ്റർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു പോപ്പുലർ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ മജുവിൻ്റെ ആ റൈറ്റിങ്ങിന്റെ സ്കില്ലുണ്ട്, അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ലുക്ക് ശരിക്കും വളരെ ആദ്യം തന്നെ ഭയങ്കര വൈറലായതാണ്. ഇത് ശരിക്കും അങ്ങനെ പ്ലാൻ ചെയ്തത് തന്നെയായിരുന്നു? സാറ് പ്ലാൻ ചെയ്തത് അത് ഈ എഴുതുമ്പം ഒരു വഷളനായതുകൊണ്ട് എനിക്ക് വിനയന്റെ മുഖമാണ് ആദ്യം വന്നിരുന്നത്. ഇന്റർവ്യൂവിൽ പറയാടോ, അയാളെ ഇന്റർവ്യൂ ചെയ്താൽ വളരെ ഭയങ്കര എന്നെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നത്. വിനയുടെ ആ ലുക്ക് വൈറലായി, വിനയ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇളവന്നെ. ഞാൻ മനസ്സിൽ ആലോചിച്ചപ്പോ തന്നെ ഒരു ഭക്ഷണമാണല്ലോ, അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വിനയുടെ മുഖണമെന്ന് എന്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. അല്ല, ഈ എനിക്ക് ഇങ്ങനത്തെ ഒരു മുടി വേണം. ഞാൻ പല സിനിമകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ പുറത്തെ സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള മുടി അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പല്ല്, പിന്നെ അതിനകത്തൊരു മറക്, ഇതൊക്കെ ഇയാൾക്ക് മാച്ച് ആവുന്ന ഞങ്ങൾ കുറെ നോക്കിയിരുന്നു, കുറെ വരച്ചു. അതൊക്കെ ഡ്രോയിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചൂസ് ചെയ്യുന്നത് ഇയാൾക്ക് മാച്ച് ആവുന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് ഒരു കഥാപാത്രം നമ്മൾ കൊടുക്കുമ്പോൾ അയാളുടെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ കുറേ ഏരിയ നമ്മൾ സേഫാണ്. അപ്പം അത് ഇവർക്കും ക്യാരക്ടേഴ്സിനും അത് ഭയങ്കര സപ്പോർട്ടീവ്. ഇല്ല അല്ല, അത് അപ്പോൾ ഏതൊരു നമുക്ക് ഇരട്ടി ഇത് കിട്ടുമല്ലോ പ്രതികൾ. സീരിയസ്ലി ഈ പറയുന്ന പോലെ മജു അങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു 50% നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം അയാളെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകത്തിൽ നമ്മൾ പകുതി വട്ടമായി പോകും, ബാക്കി പകുതി പണി ഉണ്ടാകും. അപ്പൊ മജുവിന്റെ ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പൊ ഒരാളുടെ ലുക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ കോസ്റ്റ്യൂം ആണെങ്കിലോ ആർട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ക്യാമറ ആംഗിൾസോ എല്ലാത്തിലും മജുവിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. എല്ലാ സിനിമകളിലും നമുക്ക് നന്നായിട്ട് അഭിനയിക്കാനോ അങ്ങനെ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ഒരു സ്റ്റാർ അല്ലാത്തൊരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നൊരു സാധനം. അപ്പൊ നമ്മള്
പറയുന്ന പോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സാധനം കിട്ടും, അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ആ നന്നായിട്ട് ചെയ്യുമ്പോൾ ഇപ്പം പെരുമാനിയിലെ കഥാപാത്രം, ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെജോറിറ്റി ആളുകൾ ആ ക്യാരക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ ക്യാരക്ടർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എങ്കിൽ ഈ സിനിമ ആളുകൾ കാണും. ഈ സിനിമ ആളുകൾ കാണുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. ഒരു വിജയിച്ച സിനിമയിൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടായിട്ടുള്ളൂ, നല്ലൊരു വേഷം വരും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുക എന്നുള്ളതാണ്. ബാക്കി പരിപാടികളൊക്കെ നടന്നോളും. പിന്നെ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എനിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ വർഷം തന്നെ എനിക്ക് 3 പ്രിയപ്പെട്ട സിനിമകൾ റിലീസ് ചെയ്തു. സോമൻ്റെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. പക്ഷേ ഈ ആട്ടം ഈ പറയുന്ന ഇപ്പോൾ നമ്മളൊരു ഈ പറയുന്ന ഗംഭീര സിനിമകൾ, മലയാള സിനിമകളിൽ ഈ വർഷം വന്നതിന് തുടക്കം ആട്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഡോൺ പാലത്തറയുടെ, അതെനിക്ക് 10-25 ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ട്രാവൽ ചെയ്ത സിനിമയാണ്. അതിനുശേഷം പെരുമാനി വരുന്നു. 3ഉം എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ്. 3ലും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഭയങ്കര ഗംഭീര വേഷങ്ങളാണ്, ഗംഭീര ക്യാരക്ടേഴ്സാണ് കിട്ടിയത്. ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണുന്ന ആളുകൾ ചെയ്തത്. അതുപോലെ സിനിമയിൽ ആദ്യം തൊട്ടേ ഒരു സമയം വരെ വണ്ടികളൊക്കെ, അതുപോലെ ഏതാണ് ഈ സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഇല്ല. ആകെ ഒരു വണ്ടിക്ക് മാത്രമേ അതിനകത്ത് നമ്പർ പ്ലേറ്റ് ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഏത് സ്ഥലമാണ്, ഏത് സ്ഥലത്തിന്റെ, അങ്ങനെ ഒരു സ്ഥലത്തിന്റെ കഥയാണെന്ന് പറയാൻ പിന്നീട് വരുന്നത് സാഹചര്യം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മലയാളം സംസാരിക്കുന്ന ഏതോ ഒരു നാടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത്. ഒരു കൃത്യമായ ഒരു നാടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആക്ടേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ, പ്രത്യേക സ്ലാങ് പിടിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വിനയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫണ്ണുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് വിനയൊക്കെ ചെയ്തത്. ഇവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മൾ നാടും ഇത് എവിടെയാണ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എവിടെയൊക്കെ അത് നമുക്ക് കാണിക്കുന്ന സംഭവങ്ങളാണല്ലോ ഈ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയത്. ഇതിന്റെ ലുക്ക് ഇന്ന് റോഡിലൊക്കെ എന്റെ കഥാപാത്രം വളരെ സന്തോഷത്തോടെ ചിരിച്ച് അക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെ തോന്നുന്നില്ല അന്നത്തെ ട്രോള് ഓക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ച് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും. നമ്മൾ പോപ്പുലർ ആയിരിക്കുക, നമ്മൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുക, ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇപ്പോൾ എൻ്റെ ആ ഒരു ഏരിയ തന്നെ ഭയങ്കര വീക്കാണ്. ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കും, വീട്ടിൽ പോകും, ആരെങ്കിലും എന്നെ വിളിച്ച വീട്ടിൽ സിനിമയിൽ അഭിനയിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആകെയുള്ള ആഗ്രഹം ഇപ്പോൾ ആ ഉണ്ടായൊരു പോപ്പുലാരിറ്റി ഇപ്പോൾ കിട്ടിയ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് വിചാരിച്ചു. കൊണ്ടുവന്ന് മറ്റേ സിനിമ ഞാൻ അന്ന് പറഞ്ഞാണ് പോരുത്. പക്ഷെ അങ്ങനെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. ഹനീഫിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവിടെ പ്രസ് മീറ്റിന് പോകുമ്പോൾ പോവാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇയാളെ നാളെ രജിസ്റ്റർ ആക്കി വെച്ചിരുന്നല്ലോ. ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റില്ല. ഒരു 50-55 ദിവസം ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സംവിധായകൻ തന്നെ ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ പോകുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഫണ്ടിയായി ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ പ്രസ് മീറ്റിന് പോകാണ്ടിരിക്കുക ഇതാണ് ഒരു ഒട്ടും എത്തിക്കൽ അല്ലല്ലോ. നമ്മൾ ബീങ് എ പ്രൊഫഷണൽ നമ്മൾ അവര് എല്ലാത്തിനും കൂടെ ഉള്ള പൈസ വയ്ക്കാനല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഇയാളാണ്. ഇയാൾ ഭയങ്കര സൂപ്പർ ടാലന്റഡ് ഡയറക്ടർ. അല്ല, പെരുമാനിയെ കുറിച്ച് അന്ന് നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടാക്കി തന്നിരുന്നു.